എന്നാ ഇജ്ജ് സൗദിക്ക് പോന്ന് പറഞ്ഞിട്ട് 10-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പൊ ഇജ്ജ് നിർത്തി പോന്നല്ലേ? ആ പിന്നെന്തോ ഒലക്കൊക്കെ ഇജ്ജ് പോണ്? നിൽക്കാൻ പറ്റാത്തോണ്ട്. എന്നാ പിന്നെ നിർത്തണ്ടേനിയോ? ഇതിന്റെ കൂടെ ഉള്ളവരൊക്കെ റീ എൻട്രിക്ക് പോകാനിട്ടോ ഞാൻ എന്താ എക്സിറ്റ് അടിച്ച് പോകുന്നവര് എന്നെങ്കിലും തിരിച്ച് കയറാൻ തോന്നിയാ പോവാറൊക്കെ വേണ്ടിട്ട്. നീ പൈസ മുടക്കി വേറെ വിസക്ക് പോവാ പിരാൻ തന്നെ എനിക്ക്. ഒരു നിലക്കുവരെ ഒരു പിരാന്താണ്. ഈ നാട്ടിൽ നിൽക്കാനുള്ള പൂജ കൊണ്ട് ഒറ്റക്കൊന്നും മടുത്തിട്ടുള്ള ഒരു പിരാന്തണ്ടല്ലോ. നമ്മള് ഒരു വെള്ളം കിട്ടാത്ത സ്ഥലത്തത്തെ ഒരു ചെടി പെട്ടെന്ന് ഒരു വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് പറിച്ചു കിട്ടാൻ അത് പെട്ടെന്ന് വളരും. പക്ഷെ ഒരു നന്നായി വെള്ളം കിട്ടുന്ന സ്ഥലത്തുനിന്ന് മരുഭൂമിക്ക് ഒരു സാധനം പറിച്ചിട്ടേക്ക് അത് വേര് പിടിക്കൂല. പിടിച്ചേക്കാൻ കൊറേ നോക്കും, പറ്റണില്ലടാ. ഈ പോവാൻ നേരത്ത് പെരക്കാർക്ക് വേണം കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീൻ ഉണ്ട്. ആളുകൾക്കൊരു കോമഡി ഒക്കെ പക്ഷെ അതിന് വേറൊരു അർത്ഥം കൂടെ. ഈ 1-2 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിലാരെങ്കിലും ആള് മരിച്ചൊക്കെ പോയാണ്ടല്ലോ, പിന്നെ കാണാൻ പറ്റില്ലെങ്കിലും ആ സമയത്തെ എന്നീ പടം നിൽക്കാനും പറ്റൂല പോവാനും പറ്റൂല. പക്ഷെ ഇപ്രാവശ്യം പോയാ 2 കൊല്ലം അതിന്റെ മുമ്പ് ഞാൻ തിരിച്ചു വരും. മറ്റേ കരിക്കലൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ പറയാ, ശങ്കർദാസ് ആയിട്ടൊരു പിക്ചറും ഉണ്ട്, ഇങ്ങനെ ഓഡീഷനായിട്ടുള്ള ശങ്കരദാസ്. പിന്നെ ഒരു ഷോക്ക് ഉണ്ടാവില്ല. ഇത് എല്ലാ പ്രവാസികളും പോകുമ്പോ പറയണം കേട്ടോ. നമുക്ക് നമ്മളെ നാടെന്നാ മതിയടാ. നമ്മളെ നാട്, നമ്മുടെ കുടുംബം, അവരിപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്ന സുഖമില്ലേ വേറെ എവിടെയും കിട്ടൂല. അന്നന്ന് അധ്വാനിച്ച് അന്നന്ന് ജീവിക്കും. ഗൾഫിലെല്ലാം പോയിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് എനിക്കത് ഇഷ്ടമില്ല. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ആകെ കൂടി പോയിട്ട് ആകെ 4 മാസം ദുബായിലുണ്ടായിട്ടില്ലോ ആണ്. അപ്പൊക്കെ നമ്മൾ ലൈവായിട്ട് വന്നിന്. നാടെന്നെ നാട്.